ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ തകിടം മറിക്കുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുദിനം സുപ്രീം കോടതിയിലേക്ക് പുതിയ ഹർജികൾ സമർപ്പിക്കപ്പെടുന്ന ഒരവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് നിയമമാകാതിരിക്കാൻ വേണ്ടി, ഇത് പാസ്സാക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി നിർണായകമായ യോഗം ചേരുകയാണ്. സഖ്യകക്ഷികളായി ഉള്ളവർ കൃത്യമായി അവരവരുടെ എംപിമാർക്ക് വിപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം നിലനിൽക്കുകയാണ്. കോൺഗ്രസ് വിപ്പ് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ബില്ലിനെതിരെ ശക്തമായി പ്രതികരിക്കണം, അത് പാസ്സാക്കാതിരിക്കണം. ലോക്സഭയിൽ അവർക്ക് വ്യക്തമായ മേൽക്കൈയില്ല. അതുകൊണ്ട് തന്നെ ബിൽ പാസ്സാക്കിയെടുക്കുക ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് 4/3 ഭൂരിപക്ഷം ലഭിക്കാൻ വേണ്ടിയുള്ള അറ്റകൈ പ്രയോഗമൊക്കെ നടത്തി നോക്കിയത്. എന്നാൽ കേവലം 240 സീറ്റിലേക്ക് BJP ഒതുങ്ങി. ബാർ ചാവസോ പാർ എന്ന് പറഞ്ഞ് 400-ൽ കൂടുതൽ സീറ്റ് നേടിയെടുത്ത് കളയാം എന്ന മോദിയുടെ ദുരാഗ്രഹം ജനങ്ങൾ ചവറ്റുകുട്ടയിലേക്കാണ് എറിഞ്ഞത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല, അമിത്ഷായ്ക്കും കഴിയുന്നില്ല. പ്രിയങ്ക ഗാന്ധി MP ആയതിനു ശേഷം അവിടെ ഇന്ത്യ മുന്നണിയുടെ നേതൃമുഖമായി മാറിക്കഴിഞ്ഞതും BJPക്കാർക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കുന്നു. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ BJPയിലെ വനിതാ MPമാർ പ്രിയങ്ക ഗാന്ധിയുടെ ഫാനായി മാറിയതും പ്രിയങ്കയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ മോദിയെ വിറളി പിടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധ മാർഗം, അത് എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരു മാതൃകാ ശീലമാണ്. പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിന്റെ പുറത്ത്, ഭരണകക്ഷി അംഗങ്ങൾക്ക് ഇന്ത്യൻ പതാക, ത്രിവർണ പതാകയും അതിനോടൊപ്പം തന്നെ പൂക്കളും സമ്മാനിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ പ്രതിഷേധ ധർണ തന്നെ നടത്തിയത്. രാജ്നാഥ് സിംഗ് അടക്കം നിരവധി പേർക്ക് പൂച്ചെണ്ടും അതുപോലെ തന്നെ ത്രിവർണ പതാകയും നൽകി രാഹുൽ ഗാന്ധി അവിടെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഇതിനകത്ത് വിപ്പ് നൽകിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ കൃത്യതയാർന്ന തീരുമാനമെടുത്താൽ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ കഴിയില്ല. ഈ ബില്ലിനകത്ത് വലിയ തരത്തിലുള്ള അപാകതയുണ്ട് എന്നുള്ളത് ഭരണകക്ഷി അംഗങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയാണ്. ഐക്യജനതാദളും അതുപോലെ തന്നെ ഭരണകക്ഷി അംഗങ്ങളും ഈ ബില്ലിനെ അനുകൂലിക്കില്ല.